ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കടൽത്തോണ്ട പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സൊമാറ്റോ ഓടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഓർഡർ നമുക്ക് അടിച്ചായിരുന്നു. ഏകദേശം ശൂരനാടിനപ്പുറത്താണ്, 15 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 147 രൂപ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഹോട്ടലിലോട്ട് വരാൻ വേണ്ടിയിട്ട് 5 കിലോമീറ്ററും അവിടെ നിന്ന് 15 കിലോമീറ്ററും ടോട്ടലി 20 കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു വൺ സൈഡ്. അപ്പോൾ തിരിച്ച് നമ്മൾ സോണിലോട്ട് വരണമെങ്കിലും 15 കിലോമീറ്റർ എടുത്ത് ഓടണം. അപ്പോൾ അങ്ങനെ 147 രൂപ. പിന്നെ അമ്മ 30 രൂപ ടിപ്പ് തന്നിട്ടുണ്ട്. അമ്മയുടെ കയ്യിലാണ് കൊണ്ട് ഓർഡർ കൊണ്ട് കൊടുത്തത്. അങ്ങനെ 30 രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് സോണിലോട്ട് ഓടി കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാലത്തിൻ്റെ താഴെ വന്നിരിക്കുക. കണ്ടാ, നല്ല സ്ഥലമാണ്, കാണാനൊക്കെ നല്ല രസമാണ്. ഉച്ച സമയത്തായാലും വരുമ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ. എത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. എന്തായാലും ഇന്ന് ഓടുന്നതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാവുന്നതാണ്. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നന്മ എന്ന് പറഞ്ഞ ചെറിയൊരു വീട്ടിലെ സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ ദോശ വിത്ത് ചമ്മന്തി സാമ്പാറാണ്. ഇവിടെ നിന്ന് കായംകുളത്താണ് കൊടുക്കുന്നത്. 13 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റിയെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 13 കിലോമീറ്റർ ഓടിയതിന് ഹോട്ടലിൽ നിന്ന് 13 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ 103 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ MSM കോളേജിൻ്റെ വാതിക്ക് സാറവല്ലായിരിക്കും, അറിയത്തില്ല, കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്തിട്ട് നമുക്ക് വവ്വാക്കാവെല്ലാം കണ്ട ഇനി സോണ് അങ്ങോട്ട് ഓടി കയറണം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. ഇപ്പോൾ ഭയങ്കര വെയിൽ എന്താ, കൈ മൊത്തം ഫുള്ളും വെയിലടിച്ച്. ഇനി അങ്ങോട്ട് ഇപ്പോൾ 10 മണിയെങ്ങാണ്ട് കഴിഞ്ഞു, 10 കണ്ടായി. ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ളതൊന്നും അറിയത്തില്ല. ഞാൻ ഓടിക്കയറരുത്, സോണിലോട്ട് ഓടിക്കയറരുത് കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ്. 3ാമത്തെ ഓർഡർ ഇവിടെ നിന്ന് ഈ നന്മ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് അടിച്ചിരിക്കുന്നത്. ഇത് ചെറിയ വീടാണ് കേട്ടോ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡെന്ന് പറയുന്നത് ചട്ടിച്ചോറാണ്. ഇത് കൊടുക്കേണ്ടത് ഓച്ചറല്ല. കൊടുത്തിട്ട് അടുത്ത ഓർഡർ അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കാണാം. ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. താസേന്ന് എടുക്കണം. താസേന്ന് എടുത്തിട്ട് എവിടെ കൊണ്ട് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. മൊത്തത്തിലൊരു 11 കിലോമീറ്റർ കാണിക്കുന്ന ഹോട്ടലിൽ നിന്ന് കൊണ്ട് കൊടുക്കേണ്ട ദൂരം. കാരണം താസരി തന്നിട്ട് ഇനി അറിയാൻ പറ്റത്തില്ല ഇങ്ങോട്ടാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന്. എന്തായാലും ഈ 2 ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ നമുക്ക് ആ ഓർഡർ ഒരെണ്ണം കൊണ്ട് കൊടുത്തു. ഇനി ഒരെണ്ണം നമ്മുടെ കയ്യിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ബിരിയാണി കിട്ടും, 80 രൂപ കണ്ടുള്ളൂ ഹാഫ് ബിരിയാണി. എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് ഇത് കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഓർഡർ കൂടെ അടിച്ചായിരുന്നു ഇസ ഹോട്ടലിൽ നിന്ന്. അത് കൊണ്ട് കൊടുത്തിട്ട് പുത്തൻതെരുവിലേക്ക് നിൽക്കുന്ന വഴി ഇപ്പോൾ കേക്ക് ആൻഡ് കേക്ക്സിന് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 9 കിലോമീറ്റർ കണ്ട. എന്തായാലും നമുക്ക് ഈസയല്ലല്ലോ, കേക്ക് ആൻഡ് കേക്ക്സ് ഇപ്പോൾ ഓർഡർ എടുത്തിട്ട് ഓർഡറാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം. ഞാൻ ഈ 3 മണി വരെ ഓടുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ ഇതാണ് ഇന്നത്തെ. ഇത് കഴിയുമ്പോൾ പിന്നെ 7 മണിക്ക് ഇന്ന് ഓടുന്നത്. എന്തായാലും കൊണ്ട് കൊടുത്തിട്ട് കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ 6ാമത്തെ ഓർഡർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഇതുവരെ 6 ഓർഡർ മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 476 രൂപ കണ്ട് നമ്മൾ ഇന്നത്തെ ഓർഡർ, ഈ 6 ഓർഡർ നമുക്ക് കിട്ടിയ ഏണിങ്സാണ്. ഇത് കൂടാതെ നമുക്ക് പൈസ ആയിട്ട് കിട്ടിയത് 30 രൂപ. മറ്റേ ഷൂറിനാട് അടിച്ച ഓർഡറിൻ്റെയാണ്. 30 രൂപ ടിപ്പ്, വേറെ ടിപ്പൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ ഓർഡർ കൊടുത്ത് തീർത്ത് ഇനി ഓഫാക്കിയിട്ട് വീട്ടിൽ ഈ 3 മണി തൊട്ട് നമ്മൾ ഏകദേശം ഒരു 7 മണി വരെ വീട്ടിൽ ചെന്ന് കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷെ അതിനുശേഷം 7 മണി തൊട്ട് 11 മണി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 11 മണി വരെ ഓടും, ചിലപ്പോൾ ഓർഡർ കൂടുതലായിട്ട് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മണിയുടെ ബുക്ക് എടുക്കുന്നതായിരിക്കും. എന്തായാലും ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഓടാൻ വരുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കയറി കിടന്നുറങ്ങി ചോറുമൊക്കെ കഴിച്ച് ഇനി സോണിലോട്ട് പോകാൻ പോവുകയാണ്. 7 മണിയായി. 7 മണി തൊട്ട് 11 മണി വരെ നമ്മൾ 3 ഗിഗാണ് കേട്ടോ. 7 to 9 എന്ന് പറയുന്നത് 2 മണിക്കൂറുള്ള ഗിഗും, പിന്നെ 9 to 10, 10 to 11 ഓണുണ്ടായി. ഇനി 3 എടുക്കുമ്പോഴത്തേക്കും ഇന്ന് മൊത്തം 10 ഗിഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് 1000 രൂപയാണ് ഇൻസെൻറ്റീവ് കിട്ടുന്നത്. ആ കാര്യമൊക്കെ ലാസ്റ്റ് നമുക്ക് സംസാരിക്കാം. എന്തായാലും നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്. പോയി സോണിലോട് കയറിയിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് സോണിലോട് കയറാൻ. അവിടെ കയറി ഓണാക്കണം. ഇവിടെ നിന്ന് ഓണാക്കാൻ പറ്റത്തില്ല. രാവിലെ ആണെന്നുണ്ടെങ്കിൽ പറ്റും. 7 മണി തൊട്ട് 9 മണി വരെ ഉള്ളതിനകത്ത് ആളില്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് സോണിൻ്റെ പുറത്താണ് വീട്. ഇവിടെ നിന്ന് ഓണാക്കിയാൽ നമുക്ക് ഓണാം. പിന്നെ ഓർഡർ അടിക്കുകയൊക്കെ ചെയ്യും. അതിൽ നമുക്ക് സോണിലോട്ട് ഓടിക്കാം. അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് അടിച്ചിരിക്കുകയാണ്. ഇവിടെ ലാൽക്കില റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. 20 രൂപ ചെറിയ ഓർഡറാണ്, പക്ഷേ 30 രൂപ ടിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ആപ്പ് വഴി ആദ്യമായിട്ടാണ് ഈ ടിപ്പ് കിട്ടുന്നത്.
അടുത്ത ഓർഡർ ഉണ്ടോ 2 കിലോമീറ്റർ അടുത്ത് പോകും. അന്നേരം നമുക്ക് ഫുഡ് റെഡി ആയെന്ന് പോയി നോക്കിയിട്ട് അടുത്ത ഓർഡർ അടിക്കുകയാണെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അടുത്തൊരു ഓർഡർ അടിച്ച് ചെറിയ 20 രൂപയുടെ ഓർഡറാണ്. 1 കിലോമീറ്ററിന് താഴെയുണ്ട്. നമ്മുടെ കേക്ക്സ് എന്നാണ് അടിച്ചിരിക്കുന്നത്. നമുക്കിതുകൊണ്ട് കൊടുത്തിട്ട് അടുത്ത കാണാം കടിക്കുക നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ KFC എടുത്തിട്ടുണ്ട്. ഇതാണ് KFCയുടെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഓർഡർ വാങ്ങേണ്ടത്. അതേപോലെ ഇരിക്കണം നടത്തിയിട്ടിരിക്കുക തട്ടേനെ വിളിക്കണം. അവിടെ വേറെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങനെ ഒന്നും ചെന്ന് മേടിക്കാനുള്ള ഒന്നുമില്ല. നമ്മൾ പുറകെ ഇവിടെ തുറന്നു തരും. അപ്പം അങ്ങനെ മേടിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് ലേറേബിൽ നിന്ന് അടിച്ചായിരുന്നു. അത് കൊണ്ട് കൊടുത്ത് അടുത്ത് 4 കിലോമീറ്റർ അടുത്തുള്ളായിരുന്നു. അത് കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴി അപ്പുറത്തെത്തിയപ്പോൾ ഒരു ഓർഡർ അടിച്ച് ഇവിടെ നിന്ന് തന്നെയാണ് പുതിയവിലോട്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് കൊണ്ട് കൊടുത്തിട്ട് കാണാം. ഇനി അടിക്കുക എന്തോന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമുക്ക് കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് ഇവിടെ അൽഷിബ കുഴിമന്തി നിന്ന് അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ 2.5-3 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. 20 രൂപയുടെ ചെറിയ ഓർഡറാണ്. എന്തായാലും കുറച്ച് സമയം എടുക്കും ഇവിടെ റെഡിയാവാൻ. ഇതെന്തായാലും റെഡിയായിട്ട് അടുത്ത ഓർഡർ അടിക്കുക എന്താണെന്ന് അറിയത്തില്ല. എന്നെല്ലാം നമുക്ക് കാണാം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിരിക്കുകയാണ്. വവ്വാക്കാവിലാണ് കൊടുക്കേണ്ടത്. വവ്വാക്കാവ് ഹോട്ടൽ ഈസേന്ന് അടിച്ചാൽ അല്ല നമുക്കിത് കൊടുത്തിട്ട് കാണാം. ലാസ്റ്റ് ഓർഡർ ആയിരിക്കും മിക്കവാറും, അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഓർഡറൊക്കെ എല്ലാം കൊണ്ട് കൊടുത്ത് അങ്ങനെ ഡ്യൂട്ടി ഓഫ് ആക്കിയിരിക്കുകയാണ്. 13 ഓർഡർ 12 ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മൾട്ടിയോടെ ചേർത്തിട്ടാണ് 13 വരുന്നത്. അതേപോലെ 702 രൂപ മറ്റേ ടിപ്പ് കിട്ടിയതും കൂടെ കൂട്ടി 702 രൂപ. അത് കൂടാതെ കൈ കിട്ടിയത് 30 രൂപ. ഫസ്റ്റ് കൊണ്ട് കൊടുത്ത ആ ഓർഡറിന് ടിപ്പാണ് കിട്ടിയിട്ടുള്ളത്. വേറെ ടിപ്പൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഏകദേശം ഇപ്പോൾ 183 വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു 15 കിലോമീറ്റർ താഴെ. അപ്പോൾ 200 കിലോമീറ്റർ ഒരു 450 രൂപയുടെ എണ്ണ എനിക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഓടി ഇപ്പം ഇത്ര വണ്ടി ഓടി ആയിട്ടുള്ള വെച്ച് കാണുന്നുണ്ടെങ്കിൽ 250 രൂപ എനിക്ക് മിച്ചം കിട്ടിയിട്ടുണ്ട്. ഇത്ര ഓടി വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളി ശനി ഞായർ ഈ 3 ദിവസത്തിൽ നമ്മൾ 20 ഗിഗ് എടുക്കണം. ഇല്ല 20 22 ഗിഗ് എടുക്കണം. അപ്പോൾ 22 ഗിഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ ഒരു ഗിഗ്. പിന്നെ മെയിനായിട്ടുള്ള 2 മണിക്കൂറിൻ്റെ ഒരു ഗിഗ് ഉണ്ട്. 12 to 2 അതേപോലെ തന്നെ 7 to 9 അത് മസ്റ്റായിട്ട് എടുക്കണ്ടേ. ഈ 3 ദിവസത്തിനകത്ത് ഒരു ദിവസം ഉച്ചക്കുള്ള എടുക്കണ്ട, ബാക്കിയുള്ള വൈകിട്ടുള്ള 3 എണ്ണം എടുക്കണം. അപ്പോൾ അതിനകത്താണ് മെയിനായിട്ട് നമുക്ക് ഓർഡർ കൂടുതലായിട്ട് കിട്ടുന്നത്. അതെടുത്ത് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻസെൻറ്റീവ് കിട്ടത്തുള്ളൂ. 1000 രൂപ ഈ വീക്ക്ലി ലാസ്റ്റ് ഓടുന്ന 1000 രൂപ ഇൻസെൻറ്റീവാണ്. മെയിനായിട്ട് നമ്മൾ ഓടുന്നത് 1000 രൂപ ഇൻസെൻറ്റീവിന് വേണ്ടി മാത്രമാണ്. ഈ ബാക്കി ഇങ്ങനെ ഓടി കിട്ടുന്നതൊന്നും മുതലാകത്തില്ല. എണ്ണ അടിച്ച് ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ലാഭമാണ്, ഇത് നഷ്ടമാണ്. അത് കാര്യമില്ല, വണ്ടിയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. എനിക്ക് കഴിഞ്ഞ ആഴ്ച കൂടിയാണെന്നുണ്ടെങ്കിൽ 4000 രൂപ മൊത്തം വണ്ടിക്ക് ചിലവായി. ചെയിൻ സോക്കറ്റ് മാറി, ബ്രേക്ക് പാഡ് മാറി, ഇനി ഇനി ഇഞ്ചിൻ ഓയിൽ മാറണം, അത് 1000 രൂപയായി. എല്ലാ വണ്ടി എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോൾ ഒരു 100-500-200 രൂപ മിച്ചം കിട്ടും. എന്തെടുക്കാനാണ്, വണ്ടി കൂടി നശിക്കും. സത്യം പറഞ്ഞാൽ വലിയ ലാഭമൊന്നുമില്ല. പിന്നെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഓടുക, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ആൾക്കാരുടെ എന്ന് പറയാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കിട്ടിയത് 700 രൂപയും പ്ലസ് 30 രൂപ ടിപ്പും. ഇന്ന് ചിലവായത് ഒരു 450-500 രൂപ ചിലവായി കാണുമായിരിക്കും. 200 രൂപ മിച്ചമുണ്ട്. പിന്നെ 1000 രൂപ അത് നാളെയും കൂടെ ഓടി അത്ര ഓർഡർ. ഇനി എനിക്ക് തോന്നുന്നു 13 ഓർഡർ എടുത്തിട്ടുണ്ട്. ഇനി 17 ഓർഡർ എടുക്കണം ഈ 2 ദിവസം കൊണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പല കുറവുകളും കാണും. വരുന്ന കാലത്ത് ചിലപ്പോൾ പരിഹരിക്കപ്പെടുമായിരിക്കും, അറിയില്ല. അപ്പം ബൈ ഗൈസ്.